നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സ്പെയിനും ഈജിപ്തും തമ്മിൽ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരം അത്ര സൗഹൃദപരമായിരുന്നില്ല. സ്പെയിനിൻ്റെ ആരാധകർ ആൻറ്റി മുസ്ലിം ചാൻറ്റുകൾ പാടി. അത് ഇപ്പോൾ സ്പെയിനിൻ്റെ തന്നെ താരം ലാമിനെ യമാൽ ശക്തമായ ഭാഷയിൽ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ അതിനെതിരെ നടപടി വരും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഫിഫ സാങ്ഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് സ്പാനിഷ് ഫുട്ബോൾ ടീമിനെതിരെ. കളി നടന്നത് RCD സ്റ്റേഡിയത്തിലാണ്, എസ്പാനിയോളിൻ്റെ സ്റ്റേഡിയത്തിലാണ്. അവിടെ വലിയ രൂപത്തിൽ ഒരു വിഭാഗം ആളുകൾ ചാൻറ്റ് ചെയ്യുകയുണ്ടായി. അത് ആൻറ്റി മുസ്ലിം ചാൻറ്റായിരുന്നു. എതിർ ടീം സ്പെയിനാണല്ലോ, എതിർ ടീം ഈജിപ്റ്റാണ്. സ്പെയിൻ്റെ എതിർ ടീം ഈജിപ്റ്റാണല്ലോ. ഈജിപ്റ്റ് ഒഫീഷ്യലി ഇസ്ലാം അവരുടെ റിലീജിയനായി പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ്. പ്രിഡോമിനൻ്റ്ലി മുസ്ലിം നേഷനാണ് വിത്ത് ഇസ്ലാം ആസ് ദി ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയൻ. അപ്പോൾ അത് ചിലർക്ക് പിടിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം ആ ടീം ഇറങ്ങിയ സമയത്ത് ഈ രൂപത്തിൽ മോശമായിട്ടുള്ള ചാൻറ്റ്. ആ ചാൻറ്റ് നമ്മൾ റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇഫ് യു ഡോണ്ട് ജംപ് യു ആർ എ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആൻറ്റി മുസ്ലിം ചാൻറ്റായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ലാമിനെ യമാൽ പ്രതികരിച്ചിരിക്കുന്നത്. യമാൽ പോസ്റ്റ് ഇട്ടു, ഞാനൊരു മുസ്ലിമാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ്. എന്നിട്ട് അദ്ദേഹം കുറിക്കുന്നു, സ്റ്റേഡിയത്തിൽ ചാൻറ്റ് ഇഫ് യു ഡോണ്ട് ജംപ്, നിങ്ങൾ അങ്ങനെ ജമ്പ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിമാണ്. എനിക്കറിയാം അത് ഓപ്പോസിഷൻ ടീമിനെതിരെയാണ്, എൻ്റെ നേരെയല്ല എന്ന്. പക്ഷേ ഞാനൊരു മുസ്ലിമാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലാവും ഇത് എല്ലാ സപ്പോർട്ടേഴ്സും ഇങ്ങനെയല്ല, പക്ഷെ കുറച്ച് ആളുകളുണ്ട് അവർ ഈ ചാൻറ്റ് ചെയ്യുന്ന കാര്യം അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. റിലീജിയനെ അവർ മറ്റുള്ളവരെ മോക്കിയാൻ വേണ്ടി ഒരു സ്റ്റേഡിയത്തിനകത്ത് ഉപയോഗിക്കുന്നു. അവർ പൂർണ്ണമായിട്ടും വിവരദോഷികളാണ്, റേസിസ്റ്റുകളാണ്. ഫുട്ബോൾ ആസ്വദിക്കേണ്ട ഒന്നാണ്, നമ്മുടെ സപ്പോർട്ട് കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെന്ത് വിശ്വസിക്കുന്നു, അവരുടെ മതം ഏതാണെന്നതിൻ്റെ പേരിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയല്ല വേണ്ടത് എന്ന് യമാൽ പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ അതിനെതിരെ നടപടി വരുമെന്നാണ്, അതായത് യമാലിനെതിരെയല്ല, ഈ നടന്ന സംഭവത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ബേണി അൽവാരസ്, അദ്ദേഹം കാറ്റലോണിയയുടെ സ്പോർട്സ് മിനിസ്റ്ററാണ്. ശക്തമായ ഭാഷയിൽ യമാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു ഇത് വളരെ നോർമലാണ്, യമാലിന് ഇതിൽ എഫക്റ്റഡ് ആവുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എക്സ്ട്രീംലി സീരിയസ് ഇഷ്യൂ ആണ്. ഞങ്ങളതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. ഇത് ഒരു മാസീവ് സ്റ്റെപ്പ് ബാക്ക്വേർഡാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തടയേണ്ടത്. ആ ചാൻറ്റ് ചെയ്ത ആളുകൾ ഹെയ്റ്റ് സ്പീച്ച് പരത്താൻ വേണ്ടിയിട്ട് തന്നെ വന്നവരാണ്. ഒരു സംശയവുമില്ല, അവർക്ക് കളിയുമായിട്ടൊന്നും അല്ലെങ്കിൽ സ്പോർട്സ് വേൾഡുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇതാണ് അദ്ദേഹം പ്രാഥമികമായിട്ട് പറയുന്നത്. പിന്നെ ഇതിൽ ഇപ്പം ഈ ഫിഫ ഈ വിഷയം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പെയിനിനൊരു പൊട്ടൻഷ്യൽ സാങ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ ESPN ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അൽവാരസ് ഒരു കാര്യം കൂടി പറയുന്നു, RFEF അതായത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ കൃത്യമായിട്ടല്ല ഇടപെട്ടത്. അതുപോലെ കാറ്റലോണിയൻ ഫുട്ബോൾ ഫെഡറേഷൻ FCF അവരാണ് മാച്ച് ഓർഗനൈസ് ചെയ്തത്. ഇവർ ഈ ചാൻറ്റ് ആദ്യം ഉണ്ടാകുന്ന സമയത്ത് തന്നെ നടപടി എടുക്കണമായിരുന്നു, കളി നിർത്തിവെക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ അൽവാരസ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ദി റിയാക്ഷൻ അറൈവ്ഡ് ലേറ്റ് ആൻഡ് വാസ് നോട്ട് സഫിഷ്യൻറ്റ്. ഞങ്ങൾ ഈ ഗെയിമിൻ്റെ ഓർഗനൈസേഷനിൽ ഇൻവോൾവ് ആയിരുന്നില്ല, പക്ഷേ RFEFനോടും FCFനോടും ഹാഫ് ടൈമിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഒന്നുകിൽ പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേഡിയം വിട്ടു പോവുക എന്നുള്ളത്. സോ വളരെ ഫസ്റ്റ് ചാൻറ്റ് വരുമ്പോൾ തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യണമായിരുന്നു, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തു പോയി. ഗെയിം അവിടെ നിർത്തണമായിരുന്നു. സോ ഇത്തരം ഇഷ്യൂസിനെതിരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കണം. പിന്നെ തീർച്ചയായിട്ടും ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, ഫോഴ്സ്ഫുള്ളായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് ചാൻറ്റ് ചെയ്തത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് എന്നുകൂടി ഇപ്പോൾ അൽവാരസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.